നോമ്പായിട്ട് ഇതെന്താ മധുരമൊന്നുമില്ലേ എപ്പോഴും കായയുടെയാണോ ചോദിക്കുന്നവരോട്. മധുരം അത്ര ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏതായാലും പറഞ്ഞതല്ലേ, അപ്പോൾ ഒരു ക്യാരറ്റ് പോലെ ഉണ്ടാക്കാം. ഇതാ ഈ പണിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട, മിക്സിയിൽ അടിച്ചാൽ പോലെയും ചോദിക്കുന്നവരോട്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് മെയിൻ. ഒറ്റയ്ക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പോരാളിയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ, ഉമ്മ. അങ്ങനെ മൂപ്പരാക്കി കഴിഞ്ഞ പാട് മൂപ്പർ കൈവേദന എന്നിട്ട് പോയി. ബാക്കി ഞാൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് 3-4 സ്പൂൺ നെയ്യ് നന്നായിട്ട് ഒഴിച്ചെടുക്കുക. അതിനുശേഷം ഈ ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒരു മഞ്ഞ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനിടയ്ക്ക് ഈ പ്രോസസ്സ് കുറച്ചും കൂടി നേരത്തെ ചെയ്താൽ നന്നാവും. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 5 മുട്ട എടുത്തിട്ടുണ്ട്. 4 ക്യാരറ്റിന് 5 മുട്ട എന്ന രീതിക്ക് എടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി മാറ്റി വെച്ച ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളിതാ ക്യാരറ്റ് പോലെ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് ഇത് വെന്ത് കിട്ടിയാൽ മതി. ഇത് അടിപൊളി ഇതേപോലത്തെ ഒരു പാത്രം വെച്ചാൽ അധികം കരി പിടിക്കാതെ കിട്ടൂട്ടാ. കുറച്ച് നെയ്യും കൂടി ആക്കിയിട്ട് അതിന് മുകളിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലായിടത്തും ഒരുപോലെ എത്തുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ക്യാരറ്റ് വാള ഇവിടെ റെഡിയായി.